ഹലോ ഫ്രണ്ട്സ്, കീം 2025 കൗൺസിലിംഗ് നടത്തുന്നതിനിടെ BDSൽ മെറിറ്റ് സീറ്റ് കിട്ടാൻ എത്ര റാങ്ക് വേണമെന്ന് കുറെ വിദ്യാർത്ഥികൾക്ക് സംശയം കാണും. ഈ വീഡിയോയിൽ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും ലാസ്റ്റ് ഇയർ കയറിയ റാങ്ക് ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. 2024 തേർഡ് കൗൺസിലിംഗ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 4446 ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് കയറിയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ മെഡിക്കൽ കോളേജ് കണ്ണൂർ. കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടർ നോക്കുമ്പോൾ 36,593 വരുന്ന കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് അകത്തുമുറി വർക്കല. കൂടാതെ തന്നെ നമ്മൾ ഈഴവ കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ 6,653 ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അതും ഗവൺമെന്റ് കോളേജ് കണ്ണൂർ. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ 37,742 റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് അകത്തുമുറി വർക്കല. അതുപോലെ തന്നെ നമ്മൾ മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5,037 റാങ്ക് കിട്ടിയ ഒരു കുട്ടിയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അത് ഗവൺമെന്റ് കോളേജ് ആലപ്പുഴ. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ 37,716 റാങ്ക് കിട്ടിയിരിക്കുന്ന കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. കോളേജ് വരുന്നത് നൂർ ഇസ്ലാം കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് നെയ്യാറ്റിൻകര. അടുത്തത് നമ്മൾ ലാറ്റിൻ കത്തോലിക്ക എടുക്കുകയാണെങ്കിൽ 11,780 ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂർ. അതുപോലെ തന്നെ അതിന്റെ പ്രൈവറ്റ് സെക്ടർ എടുത്ത് നോക്കുമ്പോൾ 37,503 റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോതമംഗലത്താണ് കാൻഡിഡേറ്റ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. ധീരവ കാറ്റഗറി നോക്കുമ്പോൾ 17,132 ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശൂർ. അടുത്ത അതിന്റെ പ്രൈവറ്റ് സെക്ടർ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 37,709 റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്നത് ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് വർക്കല. അടുത്തതായി നമ്മൾ നോക്കുന്നത് വിശ്വകർമ്മ കാറ്റഗറിയാണ്. BK കാറ്റഗറിയിൽ 8,815 ലാസ്റ്റ് റാങ്ക് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പുഴ. പ്രൈവറ്റ് സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ 37,859 ലാസ്റ്റ് റാങ്ക് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് തൃശൂർ. അടുത്തത് നോക്കുന്നത് ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിൽ 10,485 വരുന്ന റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂർ. പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ 37,824 റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോഴിക്കോട്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എടുക്കുമ്പോൾ 15,930 ലാസ്റ്റ് റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂർ. പ്രൈവറ്റ് സെക്ടറിലോട്ട് നോക്കുമ്പോൾ ബാക്ക്വേർഡ് ക്രിസ്ത്യനില് ലാസ്റ്റ് റാങ്ക് എടുത്തേക്കുന്നത് 36,904 ആണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് എഡ്യൂക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് മലപ്പുറം. അടുത്തതായി നമ്മൾ നോക്കുന്നത് KN കാറ്റഗറിയാണ്. KN കാറ്റഗറിയിൽ ലാസ്റ്റ് ഇയർ എടുത്തേക്കുന്ന റാങ്ക് 22,624 ആണ്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോട്. പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് 37,937 ആണ്. കോളേജ് വരുന്നത് PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് തൃശൂർ. അടുത്ത KU വിഭാഗം നോക്കുകയാണെങ്കിൽ 21,379 ആണ് ലാസ്റ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന റാങ്ക് വരുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂർ. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ നോക്കുമ്പോൾ 35,835 ആണ് ലാസ്റ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന കാൻഡിഡേറ്റിന്റെ റാങ്ക് വരുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് വരുന്നത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് കോതമംഗലം. ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ 18,191 ആണ് ലാസ്റ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന റാങ്ക് വരുന്നത്. കോളേജ് വരുന്നത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂർ. നമ്മളത് പ്രൈവറ്റ് സെക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ 37,388 ആണ് ലാസ്റ്റ് അഡ്മിറ്റ് റാങ്ക് വരുന്നത്. കോളേജ് വരുന്നത് ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് വർക്കല. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 27,074 ആണ് ലാസ്റ്റ് ഇയറിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന കാൻഡിഡേറ്റ് വരുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് വരുന്നത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂർ. അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് നോക്കുമ്പോൾ 36,658 ആണ് ലാസ്റ്റ് കാൻഡിഡേറ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. അഡ്മിറ്റ് ആയിരിക്കുന്ന കോളേജ് വരുന്നത് കണ്ണൂർ ഡെന്റൽ കോളേജ് അഞ്ചരക്കണ്ടി. അടുത്തതായി എക്കണോമിക്കൽ വീക്ക്ഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ
10,900 അഡ്മിറ്റ് ആയിരിക്കുന്ന കാൻഡിഡേറ്റിന്റെ ലാസ്റ്റ് റാങ്ക് വരുന്നത്. ഗവൺമെന്റ് കോളേജ് വരുന്നത് കണ്ണൂർ. കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടറിലോട്ട് നോക്കുമ്പോൾ 34,975 ലാസ്റ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന കാൻഡിഡേറ്റിന്റെ റാങ്ക് വരുന്നത്. മലബാർ ഡെന്റൽ കോളേജ് ഇടപ്പൽ. ഇതൊക്കെയാണ് 2024 BDSന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. സോ ഇതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വർഷം ഗവൺമെന്റ് സീറ്റിൽ കിട്ടാൻ സാധ്യതയുള്ളത് ഏകദേശം 20,000 മുതൽ 29,000 റാങ്ക് വരുന്ന ഒരു കാൻഡിഡേറ്റിനും, കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ 29,000 മുതൽ 40,000 വരെ വരുന്ന ഒരു കാൻഡിഡേറ്റിനും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഓപ്ഷൻസ് ഒക്കെ നൽകുമ്പോൾ നിങ്ങളുടെ റാങ്കും സ്കോറും അനുസരിച്ച് ശ്രദ്ധയോടെ നൽകുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ESC എഡ്യൂക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്